നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ജനങ്ങളും പ്രതിസന്ധിയിൽ. കുരുക്ക് കാരണം സമയത്തിനെത്താനാവാതെ സ്വകാര്യ ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നതും യാത്രക്കാരെ വലയ്ക്കുന്നു. വിഷയത്തിൽ പരിഹാര നടപടി സ്വീകരിക്കാത്ത പക്ഷം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാനാണ് തീരുമാനം. മാങ്കാവ് റൂട്ടിലും ബൈപ്പാസിലും തിരക്ക് വർദ്ധിച്ചതോടെ വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും വലയുകയാണ്. വെസ്റ്റ് ഹിൽ, ചുങ്കം, കാരപ്പറമ്പ്, മാങ്കാവ് ജംഗ്ഷനുകളിലാണ് തിരക്ക് കൂടുതൽ. ബൈപ്പാസിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതും മാളുകൾക്ക് മുന്നിൽ രൂപപ്പെടുന്ന തിരക്കുമെല്ലാം ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. കുരുക്ക് കാരണം സമയത്തിനെത്താനാവാതെ സ്വകാര്യ ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. വേങ്ങേരി ഓവർപാസ് തുറന്നിട്ടും കുരുക്കിന് ശമനമില്ല. റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ തുറന്നു നൽകിയത്. ഇതുവഴി വാഹനങ്ങൾ ഇരുഭാഗത്തേക്കും സഞ്ചരിക്കുന്നതിനാൽ ഇവിടെയും ഗതാഗതക്കുരുക്ക് ഒഴിയുന്നില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോഴിക്കോട് സിറ്റിയിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് മൂലം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും മത്സരയോട്ടവും തൊഴിലാളികൾ തമ്മിൽ വാക്കുതർക്കവും പല റൂട്ടുകളിലും പതിവായിരിക്കുകയാണെന്നും വിഷയത്തിൽ പരിഹാര നടപടി സ്വീകരിക്കാത്ത പക്ഷം സ്വകാര്യ ബസ്സുകൾ നിർത്തിയിടേണ്ട അവസ്ഥയിലാകുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജില്ലയിൽ 700-ൽ താഴെ സിറ്റി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഒരു ബസ്സിന് ശരാശരി ദിവസം 75-80 ലിറ്റർ പെട്രോളാണ് ആവശ്യം വരിക. ചിലതിന് 120 ലിറ്ററും വരും. ബസിന്റെ പെട്രോൾ ചിലവ് കഴിഞ്ഞ് 1500 രൂപയാണ് മിച്ചം വരിക. ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനായി റോഡിൽ നിന്നും മാറുമ്പോൾ കൂടുതൽ ദൂരവും സഞ്ചരിക്കേണ്ടി വരും. ഇത് ചിലവും വർദ്ധിപ്പിക്കുന്നു. ഓവർ സ്പീഡ്, റോഡ് വയലേഷൻ എന്നിവയ്ക്കായി ഫൈൻ അടയ്ക്കേണ്ടി വരുമ്പോൾ അവസ്ഥ വീണ്ടും പരിതാപകരമാകും. ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ ബസ് സമയത്തെത്താനായി സ്പീഡ് കൂട്ടേണ്ടി വരുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഓവർ സ്പീഡ് ഫൈനും മറ്റു ബസ്സുകളിലെ ജീവനക്കാരുമായി തർക്കവും ഉണ്ടാകുന്നു. ഗതാഗതക്കുരുക്കിനെതിരെ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. അശാസ്ത്രീയമായ രീതിയിൽ പെർമിറ്റ് അനുവദിച്ച് ബസ്സുകളുടെ എണ്ണം കൂട്ടി. പുതിയ പെർമിറ്റ് വന്നപ്പോൾ ബസ്സുകൾക്ക് സ്റ്റോപ്പിൽ നിർത്തേണ്ട സമയം 10 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റായും പിന്നീട് അത് 3 മിനിറ്റായും കുറഞ്ഞു. ഗതാഗതക്കുരുക്കിന്റെ പരിഹാരത്തിനൊപ്പം ഇത്തരം കാര്യങ്ങൾക്ക് കൂടി പരിഹാരം കാണേണ്ടതാണ്. അല്ലാത്തപക്ഷം സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ നിർത്തിയിടുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.